കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. നല്ല തിരക്കാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ ദർശിക്കാനായിട്ട് നമുക്കും പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് അങ്ങനെ നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്താം. അങ്ങനെ ഗണപതി ക്ഷേത്രത്തിലെത്തുമ്പോൾ നിറയെ നല്ല സുഖമായിട്ട് തൊഴാം. ആരും ഇല്ല, ഒരു തിരക്കുമില്ല. അപ്പോൾ 4 വശത്തുനിന്നും നമുക്ക് കണ്ടു തൊഴാം. മേൽക്കൂരയൊന്നും ഇല്ലാത്ത അത്തിമരത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന ഗണേശനെ കണ്ട് തൊഴുത് നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കൊടിമരം കാണാം. അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ കൊടിമരത്തിൻ്റെ അവിടെയൊക്കെ ഉണ്ണിക്കണ്ണനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നായിട്ടുള്ള അലങ്കാരം. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണുന്നത് ആ വലിയ ബലിക്കല്ല് കാണാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, അതേപോലെ അതിന് നടുക്കുള്ള ലക്ഷ്മി ദേവിയുടെ ഒരു വിഗ്രഹം. ഇപ്പോൾ ഗജരാജൻ കേശവൻ്റെ അനുസ്മരണമൊക്കെ ഉണ്ട് ഏകാദശി ദശമി നാളിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്തും. അപ്പോൾ അങ്ങനെ അത്രയും പ്രശസ്തമായ കേശവൻ ആനയുടെ കൊമ്പാണ്. അപ്പോൾ അതൊക്കെ കണ്ടു തൊഴുത് നമ്മൾ ഭഗവാന്റെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം, അതൊരു ഭക്തൻ തന്നെ ഓരോരോ ഭക്തന്മാർക്കും ഓരോരോ എന്താ പറയുക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആനയാണ്, ഒന്ന് എന്താ പറയുക, ആനയായാലും പിന്നെ മനുഷ്യനായാലും ഒക്കെ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർക്ക് ആ പ്രാധാന്യം കിട്ടും, എന്നും കിട്ടും. അപ്പോൾ അങ്ങനെ അവിടെ നോക്കിയാൽ ആ കിടാവിളക്കൊക്കെ കാണാം. ചില്ലിൻ്റെ കൂട്ടിലുള്ള കിടാവിളക്ക് ഇങ്ങനെ. അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്നുള്ള ആ തൂണ് നോക്കിയിട്ട് തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണെന്നറിയോ, നെയ്യ് വിളക്കിൻ്റെ പ്രഭ ഇങ്ങനെ കാണുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. നല്ലൊരു ഉണ്ണീനെ കാണാണ്ട്, ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകളണിഞ്ഞൊരു നല്ലൊരു സുന്ദരനായൊരു ഉണ്ണി, നല്ല തടിച്ചുരുണ്ട ഒരു ഉണ്ണി കേട്ടോ. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ കുണുങ്ങിയിട്ടുള്ള ആ വെട്ടുകോണൊക്കെ കാണാണ്ട്, അതേമാതിരി ആ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട്. അപ്പോൾ അരമണി എങ്ങനെ വെച്ചാൽ ആ വയറിങ്ങനെ കുഞ്ഞ് കുമ്പം ഇങ്ങനെ വീർത്തിട്ടുണ്ട്. നല്ല പ്രസാദകൂട്ടം ഒക്കെ കഴിച്ചിട്ടേ നല്ല അവിടുന്ന് എനിക്ക് തോന്നുന്നത് യശോദാമ്മ നന്നായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു സന്തോഷകരമായ സമയത്താണ്. നല്ലൊരു കാഴ്ചയാണ്. ആ മുഖത്തേക്ക് നോക്കി ആ ചിരിയുണ്ട്, വയറൊക്കെ നിറഞ്ഞിട്ടുള്ള ആ ഒരു ചിരിയുണ്ട്. അങ്ങനെ ആ അരമണി ഇങ്ങനെ അതിൻ്റെ മുകളിൽ ആ കുമ്പടം അതോട് ചേർന്ന് ഇങ്ങനെ പറ്റി കിടക്കുക. പിന്നെ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാലോ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതിൻ്റെ നടുക്കൊരു ഗോപീതിലകം, അതേപോലെ കൈവളകൾ, തോൾവളകൾ കാണാനുണ്ട്. അപ്പോൾ വലത്തെ കൈ എന്താ കാട്ടിയെന്ന് വെച്ചാൽ അരയിലിങ്ങനെ കുത്തിയിട്ടേ അങ്ങനെ നിൽക്കുക. ഇടത്തെ കയ്യിൽ ആ പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ അമ്മ വെണ്ണ എങ്ങാനും കൊടന്ന് തരുമോ വെച്ചിട്ടാണ്. എന്താ അമ്മേ തരാത്തത്, യശോദാമ്മ എന്താ എനിക്ക് വെണ്ണ തരാത്തത്? അപ്പോൾ ഉണ്ണിയെ ഇപ്പോൾ കഴിച്ചല്ലേ ഉള്ളൂ, അല്ല അമ്മയ്ക്ക് ഇനിയും വെണ്ണ വേണം എന്ന് പറയുന്ന ആ ഒരു കുസൃതിയിലാണ് നിൽക്കണത്. ആ വലത്തെ കൈ, അല്ലെങ്കിൽ സാധാരണ വലത്തെ കയ്യിലല്ലേ ഇപ്പോൾ പൊന്നോടക്കുഴലൊക്കെ ഉണ്ടാവുക. ഇതല്ല, കിട്ടിയത് മതിയായിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ആ വെണ്ണയും കൂടി തരണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അത് ആ അരയിലിങ്ങനെ കുത്തിയിട്ട് അമ്മ ഇപ്പോൾ വരുമോ എന്നുള്ള ആ ഒരു നോട്ടത്തിലാണ് നിൽക്കുന്നത്. അത് ആ മുഖത്ത് ഇങ്ങനെ തെളിഞ്ഞ് കാണാനുണ്ട്. അങ്ങനെ എന്താ പറയുക, ആ ഒരു കുസൃതി അതിങ്ങനെ നന്നായിട്ട് കാണാനുണ്ട്. അപ്പോൾ ആ കാഴ്ച വളരെ മനോഹരമാണ്. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോളിൽ 2 സൈഡിലും ഓരോരോ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ തിരുനെറ്റിയിലും ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. അതിന് മുകളിൽ പൊന്നിൻ്റെ കിരീടം അണിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാലകളുണ്ട്. മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ എന്താ നമ്മൾ നല്ല രസം, നല്ലൊരു ഉണ്ണി ഇങ്ങനെ നമ്മളോട് ചിരിച്ച് നിൽക്കുന്ന ആ കുസൃതിയായിട്ടുള്ള ആ ഒരു പ്രകൃതത്തിലാട്ടോ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ തിരുമുടിമാലകൾ 2 ഉണ്ട്. വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ളത് അതേപോലെ തന്നെ. പിന്നെ അതേപോലെ ഉണ്ടമാല ഒരെണ്ണമാണ്. അതിങ്ങനെ എന്താ വെച്ചാൽ വെളുത്ത പൂവ്, തെച്ചി, തുളസി, പിന്നെയും വെളുത്ത പൂവ്, പിന്നെയും തെച്ചി, പിന്നെയും തുളസി, അങ്ങനെ കുറേശ്ശെ സമമായിട്ട് ഇങ്ങനെ ഉള്ള ആ ഒരു നല്ല കട്ടിയിൽ തിക്കിലുള്ള മാല. പിന്നെ ഉണ്ണിക്കണ്ണനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ തുളസി മുകളിലിങ്ങനെ 4-5 ഉണ്ടമാലകളായിട്ട് മുകളിലിങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിട്ടാണ് കേട്ടോ. ഈ ഉണ്ണിക്കണ്ണൻ്റെ മേലുള്ള ആ സ്വർണത്തിൻ്റെ
എന്താ പറയുക, ഗോപീതിലകത്തിൻ്റെയൊക്കെ തിളക്കാണ്. അതേപോലെ പൊന്നോടക്കുഴലിനെയും ആ കിരീടത്തിൻ്റെയൊക്കെ തിളക്കാണ് ഈ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ ആ തിളക്കം ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ മഞ്ഞ ചന്ദനത്തിൻ്റെ ഇതൊക്കെ പാടെ ഇങ്ങനെ കാണുമ്പോൾ ആകെ ഒന്നിങ്ങനെ ശ്രീകോവിലാകെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അതാണ് കാഴ്ച കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിലേക്ക് ആ സോപാനപ്പടിയിൽ നിന്ന് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. എല്ലാവരും എൻ്റെ കൂടെ എന്നെ ശ്രവിക്കുന്ന ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലേക്ക് നോക്കിയിട്ട് ഗുരുവായൂരപ്പനെ നോക്കുകയാണ്. ആ ചതുർബാഹുവായ വിഗ്രഹത്തിലേക്ക് നമ്മുടെ പൊന്നുണ്ണിയെ കാണുകയാണ് എന്നങ്ങനെ വിചാരിക്കുക. എന്നിട്ട് ആ പൊന്നുണ്ണിയോട് പ്രാർത്ഥിക്കുക. എല്ലാ കാര്യവും ഉണ്ണിക്കണ്ണൻ നടത്തി തരും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇങ്ങനെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നീട് ആ ഭഗവാൻ ഏറ്റവും പ്രാധാന്യമുള്ള തിടപ്പള്ളി, അവിടെയാണ് എല്ലാ ഭക്ഷണവും, അതായത് ഭഗവാനുള്ള നേദ്യങ്ങളൊക്കെ തയ്യാറാക്കുക. അതേപോലെ ആ ഗണപതി ഹോമം നടത്തുകയൊക്കെ അവിടെയാണ്. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ കണ്ടൊന്ന് തൊഴുത് പിന്നെ നമ്മൾ ബാക്കി ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കാണാം. പിന്നെ അത് കഴിഞ്ഞ് ഗ്രില്ലിങ്ങോട്ട് കടന്ന സപ്തമാതാക്കളെ കണ്ടിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അതിന് ശേഷം നമ്മൾ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. അവിടെയൊക്കെ തിരക്കാണ്, എന്നാലും അതിലിങ്ങനെ പോരാം. അങ്ങനെ പോരുന്ന് വരുമ്പോൾ ഗണേശനെ കാണുമ്പോൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ധാരാളം പൂക്കൾ തന്നെ കേട്ടോ. പിന്നെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. സ്വർണത്തിൻ്റെ മാല ഉണ്ട്. മുഖമൊക്കെ അലങ്കാരമായിട്ടുണ്ട്. കൊമ്പ് തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. കിരീടം വെച്ചിട്ടുണ്ട്. നല്ല മാലകളുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി അറയിലേക്ക് നോക്കുക, തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കാണാം. ഒന്ന് തൊട്ട് തലോട. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. മത്സ്യാവതാരത്തിനൊരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ആ വാമന സ്വരൂപം കാണാം. അതേപോലെ മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. പിന്നീട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും ഗജേന്ദ്രമോക്ഷമൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാനായിട്ട് നോക്കാം. അങ്ങനെ അവിടെ ആ കാൽപാദത്തിൻ്റെ അവിടെ അങ്ങനെ വന്ന് ഇങ്ങനെ നോക്കിയാൽ നിറയെ മാലകളുണ്ട്. പിന്നെ ആ 2 വിളക്കിലും നിറയെ തിരികളിട്ടിട്ട് നെയ്വിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മൾ പിന്നെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഉഗ്രരൂപിയായ നരസിംഹത്തിനെ കാണാം. പിന്നെ അതേപോലെ ആ പെയിൻറ്റിങ്ങിൽ ഭീഷ്മപിതാമഹനും അതേപോലെ ലക്ഷ്മി ദേവിയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ചിത്രം കാണാം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ബാക്കി ദശാവതാര വിഗ്രഹങ്ങളായ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് നമ്മൾ ആ കൃഷ്ണനെ കാണാം. കൃഷ്ണൻ്റെ അവിടെ 2 തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞാൽ മുരുകനെ കാണാം. മുരുകനെയൊക്കെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിന്ന് കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാദ് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നെ കാളിയമർദ്ദന രൂപവും രാധാകൃഷ്ണനും അതേപോലെ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നമ്മളിങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിന് ശേഷം താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴുക. അതിനുശേഷം നമ്മളിങ്ങനെ മുകളിലേക്ക് കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം ഇങ്ങനെ കാണാം. എന്ത് രസമാണെന്നറിയോ. ആ വിടവിലൂടെ ഇങ്ങനെ നോക്കിയാൽ കണ്ടാൽ നല്ല രസമായിട്ട് കാണാം. അങ്ങനെ ആ ഗരുഡധ്വജനൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നേരെ ഗ്രില്ലിന് അപ്പുറത്തുള്ള മണിക്കിണറും അതേപോലെ നൃത്താറയിൽ ആ ഒരു ദീപം ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിങ്ങനെ അവിടുന്ന് വന്ന് കുറൂരമ്മേനി, നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ ആയിട്ട് വസുദേവര ഉണ്ണീനെ ആയിട്ട് ഇങ്ങനെ പോരുന്ന ചിത്രമൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ ഒന്ന് പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ
ഭഗവതി നടയിലേക്ക് വരിക. അവിടെയൊക്കെ നല്ല തിരക്കാണ്. അങ്ങനെ അവിടെ വന്ന് ഭഗവതിയെ കാണുക. ഭഗവതിയെ കാണുമ്പോൾ ഗോളക തന്നെയാണ്. അതേപോലെ താഴത്ത് നല്ല പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. മുകളിൽ വലിയ പട്ട്, ചുവന്ന പട്ട് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. പിന്നെ ചുവന്ന പൂക്കൾ തന്നെയാണ്, താമരപ്പൂക്കളാണ് ധാരാളമായിട്ടുള്ളത് അലങ്കാരമായിട്ട്. പിന്നെ സ്വർണത്തിൻ്റെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ആ ശീവേലി വിഗ്രഹത്തിലൊക്കെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ പ്രാർത്ഥിക്കുക, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വന്ന് ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂര് പോയി കാണുന്ന പോലെ മനസ്സുകൊണ്ട് കാണുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ മമ്മിയൂർ പോയി തൊഴുത ആ ഒരു പ്രതീതിയാവും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ അരയിൽ കൈയൂത്തിയിട്ട് ഇടത്തെ കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ കൂത്തമ്പലത്തിൻ്റെ അവിടെ കിടാവിളക്ക് കാണാം, അത് കണ്ട് നമസ്കരിക്കുക. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോഴോ അവിടെ വന്നാൽ വലിയ തിരക്കൊന്നുമില്ല. ചോറൂണിന് അന്ന് അത്രയ്ക്ക് തിരക്കില്ലാത്തതുകൊണ്ടേ അവിടെ അധികം ആളുകളൊന്നുമില്ല. പിന്നെ വൃശ്ചികമാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ 17-ാം തീയതി തൊട്ടിട്ടാണ് തിരക്ക് വരിക. അപ്പോൾ സ്വാമിമാരുടെ തിരക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് സുഖമായിട്ട് തൊഴാം. അപ്പോൾ അയ്യപ്പസ്വാമീനെ കാണുക എന്ന് വെച്ചാൽ ആ കിരീടം വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്, പിന്നെ നല്ല പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, പിന്നെ ധാരാളം നല്ല മാലകളുണ്ട്, സ്വർണ്ണമാലകൾ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ്, ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ പ്രദക്ഷിണമായിട്ട് വന്ന് വീണ്ടും നമ്മൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നീട് ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്ന് ആ രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന കൃഷ്ണവിഗ്രഹം കണ്ട് തൊഴുത് നമ്മൾ ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. അവിടെ തൊഴുത് പ്രാർത്ഥിച്ച് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോരാം. അങ്ങനെ പോരുമ്പോൾ അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ ഒരു അനുഗ്രഹം കൂടി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, അവരവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ ഗുരുവായൂരപ്പൻ കനിയട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.